നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ടുഡേയ്സ് ന്യൂസ് റൗണ്ട് അപ്പ്. പ്രമുഖ മലയാള സാഹിത്യകാരനും വിമർശകനുമായ പ്രൊഫസർ M.K. സാനു അന്തരിച്ചു. ഓഗസ്റ്റ് 2 വൈകുന്നേരം 5:35 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അടുത്തിടെയുണ്ടായ വീഴ്ചയിൽ അസ്ഥിക്ക് ഭംഗം വരികയും തുടർന്നുള്ള ചികിത്സയിൽ ന്യൂമോണിയ ബാധിക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറുടെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് രജിസ്ട്രാറുടെ അധിക ചുമതല. VCയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ ഗോപിനാണ് ചുമതല നൽകിയിരിക്കുന്നത്. ഉത്തരവ് പുറത്തിറങ്ങി. VCയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് നിയമനം. നിലവിൽ ജോയിന്റ് രജിസ്ട്രാർ കൂടിയാണ് ഗോപിൻ. സിൻഡിക്കേറ്റ് VC പോര് മൂലം കഴിഞ്ഞ 3 മാസങ്ങളായി സർവകലാശാലയിൽ രജിസ്ട്രാർ ഇല്ലായിരുന്നു. ഫെബ്രുവരിയിൽ രജിസ്ട്രാർ മാറിയതിനു ശേഷം ബിന്ദുകുമാരിക്കായിരുന്നു രജിസ്ട്രാറുടെ ചുമതല നൽകിയിരുന്നത്. എന്നാൽ ഇവർ മെയ് മാസത്തിൽ റിട്ടയർഡ് ആയതിനു ശേഷം മറ്റാരെയും ഈ ചുമതല ഏൽപ്പിച്ചിരുന്നില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ രജിസ്ട്രാർ അവധിയിൽ പോവുകയോ ദീർഘകാലം ഇല്ലാതിരിക്കുകയോ ചെയ്താൽ 6 മാസത്തിൽ താഴെയുള്ള കാലയളവിലേക്ക് ജോയിന്റ് രജിസ്ട്രാർ പദവിയിൽ ഇരിക്കുന്ന അംഗത്തിന് രജിസ്ട്രാറുടെ ചുമതല നൽകാമെന്ന് ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്തെ എക്സൈസ് കേസുകളിൽ വാറ്റ് ചാരായം, വ്യാജ സ്പിരിറ്റ്, വ്യാജ വിദേശ മദ്യ കേസുകളെല്ലാം ക്രമാതീതമായി കുറഞ്ഞു തുടങ്ങി. പിടികൂടുന്നവയിൽ കൂടുതലും ഇപ്പോൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടവയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ NDPS കേസുകളിൽ സംസ്ഥാനത്ത് ഉണ്ടായത് വൻ വർധന. പ്രതികളാകുന്നതിൽ 80% യുവാക്കളും വിദ്യാർത്ഥികളുമാണ് എന്നാണ് കണക്ക്. നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാകുന്നുണ്ട്. കൗതുകത്തിന് മയക്കുമരുന്ന് ഉപയോഗിച്ച് കുട്ടികൾ പിടിക്കപ്പെട്ടാൽ കേസിൽ പ്രതികളാക്കാൻ എക്സൈസോ പോലീസോ ശ്രമിക്കാറില്ല. അവരെ ഉപദേശിച്ച് മാതാപിതാക്കളെ ഏൽപ്പിച്ച് വിടാറാണ് പതിവ്. ഗുരുതരമായ പ്രശ്നമാണെങ്കിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്കോ കൗൺസിലിങ്ങിനോ നിർദ്ദേശം നൽകും. ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും മയക്കുമരുന്ന് കേസുകളിൽ പ്രതികളാകുന്ന കുട്ടികളുടെ എണ്ണം ഉയരുകയാണ്. VC നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതുവരെ ഗവർണറുമായുള്ള ചർച്ച തുടരുമെന്ന് മന്ത്രി P. രാജീവ്. ഗവർണറുമായുള്ള ചർച്ചകൾ പോസിറ്റീവാണ്. VC നിയമനത്തിൽ വ്യക്തമായ നിലപാട് പറയുന്നതാണ് സുപ്രീം കോടതി ഉത്തരവെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. വിഷയത്തിൽ സുപ്രീം കോടതി ഉത്തരവുണ്ട്. ഉത്തരവിന്റെ അന്തസത്ത ഉൾക്കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് പ്രതീക്ഷ. ഉത്തരവ് വരുന്നതിന് മുൻപ് ഗവർണർ സർക്കാർ തർക്കം ആരംഭിച്ചിരുന്നു. പ്രശ്നത്തിൽ വ്യക്തമായ നിലപാട് പറയുന്നതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ചർച്ചകളെല്ലാം പോസിറ്റീവാണെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. VC നിയമനത്തിൽ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കണമെന്ന് മന്ത്രിമാർ ഗവർണറോട് ആവശ്യപ്പെട്ടു. നായ്ക്കളെ പിടികൂടി ജീവനോടെ കുഴിച്ചുമൂടിയെന്ന പരാതിയിൽ മൂന്നാർ പഞ്ചായത്തിനെതിരെ കേസെടുത്ത് പോലീസ്. 200ഓളം നായകളെ ജീവനോടെ കുഴിച്ചുമൂടിയെന്നാരോപിച്ച് ഇടുക്കി ആനിമൽ റെസ്ക്യൂ ടീം നൽകിയ പരാതിയിലാണ് നടപടി. നായ്ക്കളെ പിടികൂടി പഞ്ചായത്ത് വാഹനത്തിൽ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. പഞ്ചായത്തിന്റെ ഡ്രൈവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. നായ്ക്കളെ കൂട്ടത്തോടെ പിടികൂടി നല്ലകണ്ണി കല്ലാറിലെ മാലിന്യ പ്ലാന്റിലെത്തിച്ച് കുഴിച്ചുമൂടിയെന്നാണ് പരാതി. നായ്ക്കളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റാനായി തിരക്കിയിറങ്ങിയപ്പോഴാണ് നായ്ക്കളെ കൊല്ലുന്നതായി അറിയുന്നത്. തുടർന്നായിരുന്നു പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മലയാളി പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സിനിമയായിരുന്നു ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം. എന്നാൽ അന്തിമ പട്ടികയിൽ ചിത്രം ഇടം നേടിയില്ല. ഇതിനിടെ ജൂറി ചെയർമാൻ ചിത്രത്തെ മോശം ചിത്രം എന്ന് വിശേഷിപ്പിച്ചത് വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തി. ഈ പരാമർശത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് എഴുത്തുകാരൻ ബെന്യാമിൻ. പ്രേക്ഷകർ അംഗീകരിച്ച ഒരു ചിത്രമാണ് ആടുജീവിതമെന്ന് അദ്ദേഹം പറഞ്ഞു. 100 പേർ ഒരു സിനിമ കാണുമ്പോൾ 100 അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ ഒരുപാട് പേർ കണ്ടു അംഗീകരിച്ച ഒരു ചിത്രത്തെ മോശം ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂറി ചെയർമാൻ ഇന്ത്യയിൽ ജീവിച്ചു പോകാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്ന് പരിഹസിച്ചുകൊണ്ടായിരുന്നു ബെന്യാമിൻ നിലപാട് വ്യക്തമാക്കിയത്. ജമ്മു കാശ്മീരിൽ ഓപ്പറേഷൻ അഖാൽ 3ാം ദിവസം തുടരുന്നു. 7 ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച വൈകിട്ടാണ് കുൽഗാമിലെ അഖാലിൽ സുരക്ഷാസേന തിരച്ചിൽ ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റുമുട്ടലിൽ 3 ഭീകരരെ സുരക്ഷാസേന വധിച്ചിരുന്നു. കൊല്ലപ്പെട്ട 3 പേരും പ്രാദേശിക ഭീകരരാണെന്നാണ് റിപ്പോർട്ട്. പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയതെന്ന ഭീകരരും പ്രദേശത്ത് ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് വിവരം. മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ എത്തിച്ച് തിരച്ചിൽ തുടരുകയാണ്. സമീപകാലത്തെ ഏറ്റവും വലിയ ഭീകരവിരുദ്ധ നടപടിയാണ് അഖാലിലേതെന്ന് പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു.
ഇന്ത്യ മുന്നണിയുടെ യോഗം ഈ മാസം 7-ന് TMC യോഗത്തിൽ പങ്കെടുക്കും. വരുന്ന വെള്ളിയാഴ്ച ഇന്ത്യ മുന്നണിയിലെ MP-മാർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് പ്രതിഷേധ മാർച്ചും നടത്തും. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം, ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പും യോഗത്തിൽ മുഖ്യ അജണ്ടയാകും. ഒരിടവേളയ്ക്ക് ശേഷമാണ് ഇന്ത്യ മുന്നണി സജീവമാകുന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം ദേശീയ വിഷയമായി ഉയർത്തി പ്രതിഷേധിക്കാനാണ് നീക്കം. വരുന്ന വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പും മുഖ്യ അജണ്ടയായി വെച്ച് ചർച്ച ചെയ്യും. അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലെത്താനുള്ള സാധ്യത മങ്ങിയതായി കായിക മന്ത്രിയുടെ ഓഫീസ്. മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലേക്ക് എത്തും. എന്നാൽ ഷെഡ്യൂളിൽ കേരള സന്ദർശനമില്ല. 60 കോടിയോളം രൂപ ആദ്യ ഗഡുവായി ടീമിന് സ്പോൺസർ നൽകിയിരുന്നു. കരാർ ലംഘനം നടന്നതിനാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പണം തിരികെ നൽകിയേക്കില്ല. കൃത്യസമയത്ത് ആശയവിനിമയവും സാമ്പത്തിക ഇടപാടും നടന്നില്ലെന്നാണ് സൂചന. മെസ്സി ഇന്ത്യയിൽ ഡിസംബർ 12-നാണ് എത്തുന്നത്. കൊൽക്കത്ത, മുംബൈ, ഡൽഹി, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. ഡിസംബറിൽ ലയണൽ മെസ്സി ഇന്ത്യ സന്ദർശിക്കുന്ന വേളയിൽ ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് അധികൃതർ. ഡിസംബറിൽ ഇന്ത്യയിൽ നിന്നെത്തുന്ന മെസ്സിയുമായി ഒരു പ്രദർശന മത്സരം നടത്താനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്. 7 കളിക്കാർ അടങ്ങുന്ന 2 ടീമുകളായി തിരിച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുക. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.